ഹലോ, നിങ്ങളൊക്കെ സുഖമായിട്ടിരിക്കുന്നോ? ഞാനും ഇവിടെ തിരക്കേടില്ലാണ്ട് പോകുന്നു. രാവിലെ ചായക്കൊപ്പം ഈ ബിസ്ക്കറ്റ് കഴിക്കാൻ ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പണ്ട് ഞാൻ ചെറുതിലെ വീട്ടിലെനിക്ക് കാപ്പി കുടിക്കാൻ ഇഷ്ടമല്ലെങ്കിൽ നേരെ പടിഞ്ഞാപ്പുറത്തേക്ക് പോകും. പടിഞ്ഞാപ്പുറത്തെന്ന് പറഞ്ഞാൽ എൻ്റെ വല്യാച്ചൻ്റെ വീട്. ദേ, രാവിലെ മുറ്റത്ത് തന്നെ അടയ്ക്കാക്കുരുവികൾ ഏതോ പുഴുവിനെ കൊത്തി വലിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് എൻ്റെ വീടും നാടും ഒക്കെ ഇഷ്ടമാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ ഇത്തിരി പുല്ലൊക്കെ പിടിച്ച് കാട് കയറിയിരിക്കുവാണ്. എൽസോ അങ്ങനെ റെഗുലറായിട്ട് ഇപ്പോൾ ഇവിടെ നിൽക്കാറില്ല കേട്ടോ. ഇതാണ് എൻ്റെ ഡെയ്സി. ഈ വീട്ടിലെ ചെടികൾക്കും മരങ്ങൾക്കും അധികം പേരുണ്ട് കേട്ടോ. ഡെയ്സിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നും ഡെയ്സി പൂക്കും. അതുതന്നെ അതിൻ്റെ ഒരു പ്രത്യേകതയാണ്. പിന്നെ ഇതാണ് എൻ്റെ കാദംബരി. ലൂക്കുവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണെന്നാണ് പറയുന്നത്. ശരിക്കും ഈ നന്ദ്യാർവട്ടത്തിൻ്റെ ചോട്ടിൽ കസേരയൊക്കെ ഇട്ടിരുന്ന് കാറ്റ് കൊള്ളാനും പല ചിന്തകളിലേക്ക് ആഴ്ന്നിറങ്ങാനും അടിപൊളി സ്ഥലമാണ് കേട്ടോ. ഇതിൻ്റെ ചോട്ടിലിരുന്ന് ഈ പൂക്കളൊക്കെ എൻ്റെ മീത്തേക്ക് വീഴുമ്പോൾ ഞാൻ എന്തോ നമ്മുടെ കമല സുരയ്യ സുരയ്യ, അതായത് മാധവിക്കുട്ടിയാണെന്നാണ് എൻ്റെ ഭാവം. ശരിക്കും ഇളം കാറ്റും ഈ പൂക്കളും ഇവിടെ ഇരിക്കുമ്പോൾ പല പല കാര്യങ്ങളും മിന്നിമാഞ്ഞു പോകും കേട്ടോ. ഇതൊക്കെയാണ് എൻ്റെ വീട്ടിൽ വന്നുള്ള ചെറിയ ചെറിയ വലിയ സന്തോഷങ്ങൾ. നന്നായി സമാധാനത്തോടെ വീട്ടിലിരിക്കാൻ പറ്റുക, ശുദ്ധവായു ശ്വസിക്കുക എന്നുള്ളതൊക്കെ എല്ലാവരുടെയും ഒരു സ്വപ്നങ്ങളിലൊന്നാണല്ലോ. ഒരു കൊച്ചു ഗ്രാമവും അവിടുത്തെ കുറച്ച് ആൾക്കാരും. ദേ, എൻ്റെ വീടിൻ്റെ ഓപ്പോസിറ്റ് തന്നെയാണ് വല്യാച്ചൻ്റെ വീട് കേട്ടോ. ഒരു റോഡ് കടന്നാൽ മതി. പണ്ട് ഇവിടെ റോഡില്ലായിരുന്നു. പടിഞ്ഞാപ്പുറത്തേക്കുള്ള നേർവഴിയിൽ കൂടെയായിരുന്നു വന്നുകൊണ്ടിരുന്നത്. ഇപ്പം റോഡായതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഫ്രണ്ട് എൻട്രൻസ് മാറി എന്ന് മാത്രം. ഇത് ഉണ്ണിക്കുട്ടൻ്റെ വീട്ടിൽ പുതിയതായിട്ട് പെര പണിയുന്നതിൻ്റെ കാഴ്ചകളാട്ടോ. ആ ആഞ്ഞിലിമരമല്ലേ, ആ ആഞ്ഞിലിമരത്തിൻ്റെ അടിയിൽ ഒരു പശുവിൻ്റെ തൊഴുത്തുണ്ട്. ആ തൊഴുത്തിൽ എന്നും രാത്രിയിൽ ആഞ്ഞിലിച്ചക്ക വീണ് ഉറക്കം കെടുത്താറുണ്ട് കേട്ടോ. പടിഞ്ഞാപ്പുറത്തെ വീടിനും ചെറിയ മാറ്റങ്ങളൊക്കെ സംഭവിച്ചു. ഒരു റിനോവേഷൻ നടന്നുകൊണ്ട് ഇന്നിവിടെ അവിയലാന്ന് തോന്നുന്നു. ചക്കമടലും ചക്കക്കുരുവും ഒക്കെ അരിഞ്ഞ് അരകളിൽ തന്നെ വെച്ചിട്ടുണ്ട്. വെള്ളിയാഴ്ച രാവിലെ തന്നെ എന്തൊക്കെയോ വെട്ടി വൃത്തിയാക്കുന്ന തിരക്കിലാണ്. ആളുടെ ഗെറ്റപ്പൊക്കെ ഒന്ന് മാറി. ഇപ്പം കണ്ട നമ്മുടെ കട്ടപ്പയുടെ ഒരു ലുക്കില്ലേ. ദേ, ചിരിച്ചേണ്ടൊരു ഹായ് പറഞ്ഞു വന്ന് എന്നോട് പറഞ്ഞു, ഈ പെണ്ണ് നാറ്റിക്കും മനുഷ്യനെ. ഇതൊക്കെ മൊത്തം ആൾക്കാർക്ക് അയച്ചു കൊടുക്കാനല്ലേ നിനക്ക്? ഞാനാണെങ്കിൽ മുഷിഞ്ഞ വേഷത്തിലായിരിക്കുന്നതെന്ന്. അവിടെ ഇഡലിയും സാമ്പാറും ആണ് കഴിക്കാൻ കഴിയലെന്നും പറഞ്ഞ് വന്ന എന്നെ ഇവിടെ ചേച്ചമ്മ ലോക്ക് ചെയ്തു. പണ്ട് ചെറുപ്പത്തിൽ ഇങ്ങനെ കേട്ടോ. അവിടെ എന്നാങ്കിലും ഇഷ്ടപ്പെടാത്ത കാപ്പിയാണെങ്കിൽ നേരെ പടിഞ്ഞാപ്പുറത്തേക്ക് ഒരൊറ്റ ഓട്ടാ. ഇവിടെ വന്നിട്ട് ചേച്ചമ്മേനോട് മണിയടിച്ച് കഴിയുമ്പം ഇവിടെയുള്ള കാപ്പി പലഹാരം കഴിക്കും. ദേ, വിശ്രമവേളയിലാണിപ്പം. രാവിലെ തന്നെ പണി ഒതുക്കിയിട്ട് ചേച്ചമ്മ പതുക്കെ തൂക്കലും തുടക്കലുമായി. ഇവിടെ വെള്ളക്കാന്താരിയാണ് കേട്ടോ അധികവും. പച്ചക്കാന്താരി ഉണ്ടായിരുന്നു, പോയി. ഇത് ഷുഗർ ചേമ്പ്. ഇവിടെ ഇത്തിരി ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഉള്ള ആൾക്കാരൊക്കെ ആയതുകൊണ്ട് തന്നെ അതിന് എങ്ങനെ പ്രകൃതിക്കും മനുഷ്യനും ദോഷമില്ലാത്ത രീതിയിൽ ഹാൻഡിൽ ചെയ്യാം എന്ന് അവർ തന്നെ റിസർച്ച് ചെയ്ത് കുറേ ഇലക്കറികളും പച്ചക്കറികളും ഉൾപ്പെടുത്തിയൊരു ജീവിതമാണ് അധികം. അതിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു ഷുഗർ ചേമ്പിനെ കണ്ടുപിടിച്ചല്ല കേട്ടോ, ആരോ കൊടുത്തതാണ്. ഷുഗർ ഉള്ളവർക്കും ഇല്ലാത്തവർക്കും ഒക്കെ കഴിക്കാം. ഇതിൻ്റെ ഇല തോരൻ വെച്ചിട്ടും തണ്ടല്ലാണ്ടെയും. ഷുഗർ ഉള്ളവർക്ക് കഴിച്ചാൽ ഷുഗറിനെ ബാലൻസ് ചെയ്യാൻ പറ്റും എന്നാണ് ചേച്ചിയമ്മയുടെയും വലിയച്ഛൻ്റെ അഭിപ്രായം. എനിക്കിതിനെക്കുറിച്ച് ആധികാരികമായി അറിയാൻ വയ്യാത്തതുകൊണ്ട് ഞാനതിനെ അംഗീകരിച്ചു. അങ്ങനെ ഒരു തുളസിക്കതിരൊക്കെ നുള്ളി നമുക്ക് തലയിൽ ചൂടാന്നേ. പണ്ട് ഇവിടെ എന്നാ ചെടി വെച്ചാലും പിടിക്കില്ല എന്നായിരുന്നു ചേച്ചമ്മയുടെ ഒരു സങ്കടം. അങ്ങനെ ദേ, വെള്ളിയാഴ്ചനെ അനുകരിച്ചുകൊണ്ട് കാലും കയറ്റി വെച്ചു പേപ്പറും എടുത്ത് റോട്ടിലേക്ക് നോക്കിയിരിക്കുക. പത്രം വായനയും നടക്കും, വീട്ടിലെ കുശലാന്വേഷണവും. റോട്ടിൽ പോകുന്നവരെ ഒന്ന് കാണാം. എന്താല്ലേ ഒരു സുഖം. വീടിൻ്റെ ഉമ്മറത്ത് ഇങ്ങനെ പത്രമൊക്കെ നോക്കിയിരിക്കാൻ ഒരു സുഖമുണ്ട് കേട്ടോ. ഞാൻ കണ്ടു മറന്നു വെച്ചൊരു സ്വപ്നം ഉണ്ടായിരുന്നു. വലുതാകുമ്പോൾ ജോലിയൊക്കെ വാങ്ങി നല്ല വീടൊക്കെ വച്ചിട്ട് ആ കോലായിൽ എൻ്റെ അപ്പനും അമ്മയും ഇങ്ങനെ വിശ്രമ ജീവിതം ആഗ്രഹിച്ച ഒരു സ്വപ്നം. പക്ഷെ നമ്മൾ കരുതി വയ്ക്കുന്നതല്ലോ ഒടേ തമ്പുരാൻ നമുക്കായി കാത്തിരിക്കുന്നത്. അതുകൊണ്ടെന്താ, നമ്മുടെ ഒപ്പമുള്ളവരെ മാക്സിമം സ്നേഹിക്കുക, അവരുമായിട്ട് നല്ല മൊമെൻറ്റ്സുകൾ ഷെയർ ചെയ്യുക. പറ്റുമെങ്കിൽ അതൊക്കെ ഒന്ന് ഡോക്യുമെൻ്ററി ആക്കി വെക്കുന്നേ. പിന്നീട് നമുക്കും അല്ലെങ്കിൽ വരുന്ന തലമുറയ്ക്കും നമുക്ക് കാണിച്ചു കൊടുക്കാം. ദേ, ഈ വരാന്തയില്ലേ, ഈ കൊച്ചറയത്ത് ഒത്തിരി ഇരുന്ന് ഞാൻ ഫുഡ് കഴിച്ചിട്ടുണ്ട് കേട്ടോ. മെയിനായിട്ടും ഡൈനിങ് ടേബിളും കാര്യങ്ങളും ഉണ്ടെങ്കിലും അവരെല്ലാവരും തന്നെ ഇവിടെ ഇരുന്ന് കഴിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ കാണിച്ച ആ ചെത്തിപ്പൂ, അത് കർത്താവിന്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ പാലക്കാത്രയും അമ്മൂൻ്റെ വീടും ഒക്കെ കാണാം. ദേ, അവിടെ റോഡാട്ടോ. പിന്നെ ചേച്ചമ്മയുടെ ഓർഗനൈസിങ് സ്കില്ല് പറയാതിരിക്കാൻ പറ്റില്ല. കുക്കിങ്ങിലും ഓർഗനൈസേഷനിലും ചേച്ചമ്മേനെ കടത്തിവെട്ടാൻ ആളില്ലെന്നാണ് വലിയച്ഛൻ്റെ ഒരു അഭിപ്രായം. പക്ഷേ യാത്ര ചെയ്യാനും പുതിയ ആൾക്കാരെ പരിചയപ്പെട്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാനും എൻ്റെ അമ്മേനെ. അങ്ങനെ രണ്ട് മരുമക്കൾക്കും രണ്ട് വിധത്തിലുള്ള സ്കിൽസാണെന്നാണ് പൊതുവെ വലിയച്ഛൻ്റെ അഭിപ്രായം. ഈ അടുക്കളയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ വരുന്നതും പോകുന്നതും കാണാം. ഈ വീടിനൊരു പ്രത്യേക ഭംഗിയുണ്ട് കേട്ടോ. ദേ,
നേരെ മേൽക്കൂരയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് സീലിങ്ങുകളോ മച്ചോ ഒന്നുമില്ല. 2 ഗ്ലാസ് ഇടയിൽ ഇട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ പകൽ സമയത്തൊന്നും നമുക്ക് ലൈറ്റ് ഇടേണ്ട ആവശ്യമില്ല. നല്ല വെട്ടവും വെളിച്ചവും കാറ്റും ഒക്കെ കിട്ടുന്ന ഒരു സാധാരണ വീട്. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചെറിയൊരു തണുപ്പും വെളിച്ചവും ഒക്കെ ആയിട്ട് പഴയ രീതിയിൽ എല്ലാ കാര്യങ്ങളും ഓർഗനൈസ് ചെയ്തിരിക്കുന്ന കൊച്ചോർമ്മകൾ മാത്രം ഇറങ്ങിക്കിടക്കുന്ന ഒരു വീട്. ശരിക്കും ഇതിനെ കണ്ടു കഴിഞ്ഞാൽ പഴയ എൻ്റെ പള്ളിപ്പുറത്തെ, അതായത് എൻ്റെ അമ്മയുടെ വീടിൻ്റെ ഒരു ലുക്കൊക്കെ ഉണ്ട് കേട്ടോ. എനിക്കും വലിയ വലിയ വീടുകളിനേക്കാളും ചിലപ്പോൾ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു വീടുകളൊക്കെ ആയിരിക്കും ഇഷ്ടം. വേറൊന്നും കണ്ടല്ല കേട്ടോ. അധികവും ഞാൻ ഇതുപോലത്തെ സാധാരണ വീട്ടിലാണല്ലോ ജനിച്ചതും വളർന്നതും ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നതും. അതുകൊണ്ടായിരിക്കും ഇവിടുത്തെ പഴയ LG TV-യും സീലിംഗ് ഫാനല്ല കേട്ടോ, പെഡസ്ട്രൽ ഫാൻ, അതുമൊക്കെ കണ്ട് ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങി. ഇവിടെ വീണ്ടും അശോക ചെത്തി. ഞാൻ മുന്നേ പറഞ്ഞില്ലേ, ഇതൊക്കെ കിള്ളിയെടുത്ത് തേൻ കുടിക്കും. പണ്ട് തൊട്ടേ ഇവിടെ മസ്റ്റായിട്ടുണ്ടായിരുന്ന ഒരേ ഒരു ചെടിയാണ് ഈ അശോക ചെത്തി. പിന്നെ സൈഡിലുള്ള വേലിച്ചീര എന്ന് പറഞ്ഞാൽ നമ്മുടെ മൈസൂർ ചീര എന്ന് അധികം പറയാറില്ല. ഇവിടെ ഞങ്ങളൊക്കെ വേലിച്ചീര എന്നാണ് പറയുക കേട്ടോ, തോരനൊക്കെ വെക്കാനായിട്ട്. അങ്ങനെ അശോക ചെത്തിന്ന് കുറച്ച് ചെത്തിപ്പൂക്കളൊക്കെ പറിച്ചെടുത്തു. എന്ത് ഭംഗിയിലല്ലേ അത് നിൽക്കുന്നത്, ഓറഞ്ചും മഞ്ഞയും ചുവപ്പും ഒക്കെ ആയിട്ടും നല്ലൊരു നാട്ടിൻപുറത്തെ കാഴ്ചകളാണ്. പിന്നെ പിന്നാമ്പുറത്തേക്ക് വാരത്തിൻ്റെ അങ്ങോട്ട് മണ്ണടുക്കള വാരം അങ്ങനെയാട്ടോ ഞങ്ങളുടെ ഇവിടെ പറയുക. ഈ കപ്പങ്ങയ്ക്ക് എന്താ സ്പെഷ്യാലിറ്റി? നല്ല നീളം കപ്പങ്ങ. നേരത്തെ കുറച്ചുകൂടെ പച്ചക്കറികളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു കുഞ്ഞി പ്ലാവും അതിൽ 1-2 ചക്കകളും, ചെറിയ ചക്കയാട്ടോ. നേരത്തെ ഇവിടെ ഒരു വലിയ മാവും പ്ലാവും ഒക്കെ ഉണ്ടായിരുന്നു. അമൃതയുടെ വീട്ടിൽ ആരും കാണുന്നില്ല. ഉണ്ണിക്കുട്ടനൊക്കെ എവിടെയാണോ എന്തോ. അങ്ങനെ നിന്നപ്പോഴാണ് ഈ സുന്ദരി പൂച്ച എന്നെ അപ്പുറത്തേക്ക് അമ്മുവിൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ചത്. ഞാൻ നോക്കുമ്പോൾ അമ്മു അവിടെയുണ്ട്. പിന്നെ അമ്മുവിനെ കണ്ട് കുറച്ച് കുശലങ്ങളൊക്കെ പറഞ്ഞു. ആൾക്ക് ക്യാമറയുടെ മുന്നിൽ വരാനൊരു നാണം ആയതുകൊണ്ട് വന്നില്ല കേട്ടോ. പിന്നെ അവിടെ ചെന്നപ്പോഴത്തേക്കും നമ്മുടെ ആലപ്പുഴക്കാരുടെ തനതായ കലയല്ല കേട്ടോ, ജീവിതമാർഗമായ ചകിരിപ്പെരുത്തവും മത്സ്യത്തൊഴിലാളികളും കയത്തൊഴിലാളികളുമാണ് അധികം നമ്മുടെ ആലപ്പുഴയിൽ. ഇത് ഉഷച്ചേച്ചിയുടെ പൂച്ച, രാമൻ എന്നാ പേര് കേട്ടോ. ആളങ്ങനെ നടന്നു. പിന്നെ കുറച്ച് നേരം കുറച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞു. ഇത് കർണാട്ടിക് കയറാണ് കേട്ടോ, വൈക്കം കർണാട്ടിക് 2 തരം കയറ്. ചകിരിപിരുത്തമുള്ള ഞാനും പണ്ട് രസത്തിന് ചെറുപ്പത്തിലൊക്കെ പിരിച്ചിട്ടുണ്ട്. കൊടുമ്പിരി തീർത്ത് കൊടുക്കൽ, റാഡ് കറക്കൽ, അതൊക്കെ മാറി ഇപ്പോൾ മോട്ടറായി. എന്താ അല്ലേ. പണ്ട് വീട്ടിൽ ഞങ്ങളും പിരുത്തമൊക്കെ നടത്തിയിട്ടുണ്ട്. 2 ചേച്ചിമാർ വന്ന് വീട്ടിൽ പിടിക്കുമായിരുന്നു. ഈ പാരിജാതം വീട്ടിൽ പണ്ട് നിറയെ ഉണ്ടായിരുന്നു. ഇത് പൂക്കുമ്പോൾ അതിൻ്റെ മണത്തിനൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. അങ്ങനെ അവരോട് കുശലം പറഞ്ഞ് അവിടുന്ന് ഒരു ചെടിയൊക്കെ ആയിട്ട് നേരെ വീണ്ടും വലിയ അമ്മൂനോടും പൂച്ചകളോടും ഭയം പറഞ്ഞപ്പോൾ വീണ്ടും ചേച്ചിമ്മയുടെ വീട്ടിലേക്ക്. അവിടെ അരി വേകുന്നുണ്ട്. ആ സമയം കൊണ്ട് ഒരു മൂവാണ്ടൻ മാങ്ങ കഴിക്കൂ. മീനൊന്നും കിട്ടിയില്ല. നമുക്കെങ്കിലും ഒരു വെജിറ്റബിൾ സദ്യ കഴിക്കാം. അവിയലും തോരനൊക്കെ കൂട്ടി കഴിക്കാം. നീ അതുവരെ വെള്ളിയാച്ചനോട് കൊച്ചു വർത്താനം പറഞ്ഞിരിക്കുമെന്ന് പറഞ്ഞ് എനിക്കൊരു മാങ്ങയെ തന്ന് അപ്പുറത്തേക്ക് വിട്ടു. പിന്നെ എനിക്ക് മാങ്ങ പൂളാൻ മടിയായത് കാരണം നമ്മുടെ കട്ടപ്പ ഗുറ്റപ്പിലിരിക്കുന്ന വെള്ളിയാച്ചനെ കൊണ്ട് മാങ്ങ പൊളിച്ചു. അങ്ങനെ കുറച്ച് കൊച്ചു വർത്താനങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ ശരിക്കും വെള്ളിയാച്ചനോട് ചോദിക്കാമായിരുന്നു, സത്യം പറ, എന്തിനാ ഈ വേനൽക്കാലത്ത് മുട്ടയടിച്ചത്? ശരിക്കും ചൂട് കൂടിയിട്ടാണോ? എന്തായാലും വെള്ളിയാഴ്ച മുട്ടയടിച്ചതിൻ്റെ പിറ്റേ ദിവസം തന്നെ മഴ തുടങ്ങി. അത് പറഞ്ഞ് കളിയാക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ മാങ്ങയൊക്കെ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കാണ് അമ്മയുടെ വിളി വന്നത്. പണ്ടും ഇപ്പോഴും നീട്ടിയൊന്ന് വിളിക്കും. ഇപ്പം പിന്നെ കുറച്ച് ചേഞ്ച് ഇട്ട് കേട്ടോ, ഫോണിലാണ് വിളിക്കുന്നത്. അങ്ങനെ ചെടിയും മാങ്ങയും സർവ്വസാധനങ്ങളുമായി ഞാൻ വീട്ടിലേക്ക് വന്നു. അങ്ങനെ വീട്ടിലെ കുറച്ച് പണികളൊക്കെ ഒതുക്കിയിരിക്കുമ്പോൾ വരുന്നു നല്ല കലക്കം മഴ. സത്യം പറയാലോ, ആടി ഉലഞ്ഞ തെങ്ങും അടയ്ക്കാമരമൊക്കെ കണ്ടപ്പോൾ ഞാൻ ഓർത്തു, ഇതെല്ലാം കൂടെ വീടിൻ്റെ മണ്ടയിലേക്ക് വീണ് വീടും പൊളിഞ്ഞ് ഞാൻ ഇനി എന്ത് ചെയ്യുമെന്ന്. അമ്മയാണെങ്കിൽ വീട്ടിലും ഇല്ല. അങ്ങനെ കുറച്ച് നേരം വീഡിയോ ഒക്കെ എടുത്തപ്പോൾ എനിക്ക് ഷൂട്ട് ചെയ്യാൻ എന്ന ഭാഗം ഒരു തേങ്ങ തെങ്ങിൽ നിന്ന് താഴോട്ട്. മഴ കഴിയട്ടെ, നമുക്ക് ആ ഉണക്കത്തേങ്ങ പോയി എടുക്കാന്നേ. അങ്ങനെ ചെറിയ കുളിരുള്ളൊരു മഴയും. ഇതൊക്കെ തന്നെയാണ് കേട്ടോ നമ്മുടെ നാടിനെ ഭംഗിയാക്കുന്നത്. കൊച്ചുമഴ, കാറ്റ്, കൊച്ചു കൊച്ചു വർത്താനങ്ങൾ, നല്ല കുറേ ആൾക്കാർ, ചെറിയ ചെറിയ കലർപ്പില്ലാത്ത ഭക്ഷണം.